ഹായ് ഹലോ. പതിവില്ലാതെ ഹോസ്പിറ്റൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് സാധനം മേടിക്കാമെന്ന് കരുതി നേരെ പോയത് ലുലുവിലേക്കാണ്. ഓറിയലിൻ്റെ ഷാമ്പു വാങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പർച്ചേസ് ആരംഭിക്കാം അല്ലേ. പിന്നെന്താ ഒരു ഷോ കാണിച്ചാലോ, പഠിപ്പിച്ചിട്ടാണെന്ന് കാണിക്കാനായിട്ട്. ഇതൊക്കെ വെറും ഒരാഴ്ചത്തേക്ക് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാൻ മേടിക്കണേ. ഇനി നമുക്ക് വീട്ടു സാധനങ്ങളിലേക്ക് കടക്കാം. എൻ്റെ ഹസ്ബൻഡിനെ ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോർലിക്സും കൂടെ ഒന്ന് വാങ്ങിക്കാം. വീട്ടമ്മമാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ എല്ലാ ദിവസവും പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും കടലക്കറിയും. നമുക്കും എന്താണ് അങ്ങനെ തന്നെ മാറ്റി പിടിക്കാനൊന്നും പോണില്ലല്ലേ. ഒരു കാര്യത്തിൽ ആശ്വസിക്കാൻ കേട്ടോ, എൻ്റെ ഭർത്താവിനെ വിലയൊക്കെ തിട്ടപ്പെടുത്തി സാധനങ്ങളൊക്കെ മേടിക്കാൻ പ്രാപ്തനായിരിക്കുന്നു. എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിച്ചു, നിങ്ങൾക്ക് ചില്ലി ചിക്കൻ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പിന്നെ എന്താ കുഴപ്പം, ഉണ്ടാക്കി തരാമല്ലോ. പിന്നെ മട്ടനും കൂടെ വാങ്ങിയിട്ട്, മട്ടൻ ഞാൻ കഴിക്കില്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്ത് ഭംഗിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അല്ലേ. കാണുമ്പോൾ തന്നെ പച്ചയ്ക്ക് കഴിക്കാൻ തോന്നും. നല്ല പെടക്കണ മീനാണ് കേട്ടോ. എന്താ പറയുക, പഠിക്കുന്ന മീനെന്ന് പറയുമ്പോൾ നല്ല പച്ച മീനാണ്, ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കക്കയെ മേടിച്ചു, അതുപോലെ തന്നെ അയലയും മേടിച്ചു. എല്ലാം വൃത്തിയാക്കാനേ ഭയങ്കര മെനക്കെട്ട് പണിയാണ് കേട്ടോ. ക്ഷമയോട് കൂടി നിന്ന് ചെയ്താലേ നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഹസ്ബൻഡ് കഴിക്കും, ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം, അങ്ങനെ അതൊക്കെ വാങ്ങി. ഇനി നമുക്ക് ഡയറ്റ് സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള പല ഫ്രൂട്ട്സുകളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ എന്താണ് ഒരു പാക്കറ്റിൽ എടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവർ കിലോ കണക്കിന് അതിനെ റേറ്റ് ഇട്ട് തരും കേട്ടോ. പിന്നെ സവോള ഇവിടെ റേറ്റ് കുറവായിരുന്നു, 1 kg 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തു, കാരണം നമുക്ക് സവോള ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഹസ്ബൻഡ് സവാളയുടെ ആളാണ് കേട്ടോ. ദോശ, ചപ്പാത്തി, ചോറ് എന്തിനും സവാള ഞങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം എടുത്തായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഒറ്റ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി റേറ്റൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും, കാരണം ലുലുവിലല്ലേ പോയത്. പക്ഷേ അധികം റേറ്റൊന്നും ആയിട്ടില്ല, എല്ലാം കൂടെ 2500 ആയിട്ടുള്ളൂ. പക്ഷേ വീട്ടിലത്തേക്കുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ടാറ്റാ ബൈ ബൈ, സീ യു.